ഹലോ, ഗുഡ് ഈവനിങ്. രതീഷ് പരപ്പനങ്ങാടി. ഇന്ന് മീൻ ടാങ്കിൻ്റെ അടുത്തൊരു ചേര വലയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, മോനെ വേഗം വാ, ഇങ്ങനെ ചേര കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന്. നമ്മൾ വേറൊരാളെ അറിയിച്ചു വരുമ്പോഴേക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ചുറ്റിപ്പിണഞ്ഞ് ആളാകെ സീനാകും. അപ്പോൾ പിന്നെ നമ്മളാൾ കഴിയുന്ന രീതിയിൽ പുള്ളിക്കാരനെ ഊരിയെടുത്തിട്ട് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് അതിന് ചെറിയൊരു ശ്രമം നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രമമൊക്കെ അടിപൊളിയായിട്ട് വിജയിച്ചു. അപ്പോൾ ഞാൻ ഇത് ആരും അനുകരിക്കാനും നിൽക്കരുത് കേട്ടോ. ഇത് കാരണം അങ്ങനെ വലയിൽ കുടുങ്ങി ആൾക്ക് മുറിവും കാര്യങ്ങളും ഉണ്ടാവുന്നുള്ളതിലാണ് നമ്മൾ തന്നെ വല അവിടെ നിന്ന് മെല്ലെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മളെ അടുത്തുള്ള രാജേന്ദ്രേട്ടൻ എന്ന് പറയും, പുള്ളിക്കാരൻ ഒരു സഹായത്തിന് വന്നു. അപ്പോൾ ഞാനും പുള്ളിക്കാരനും കൂടി അപ്പോഴേക്ക് ഇതാ ചേരത പൈപ്പിൽ തന്നെ ചുറ്റി നിൽക്കണേണ്ടാ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതാരും അനുകരിക്കാൻ നിൽക്കരുത് കേട്ടോ. നമ്മളിതിനൊന്ന് രക്ഷപ്പെടുത്തി വിടാന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ആ സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ആൾ പിന്നെയും ആ ഓളിലൂടെ തലട്ട് അവൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആൾ നിൽക്കുന്നത്. ഈ കോണി തന്നെ ഞങ്ങൾ കുറേ നേരം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ തന്നെ ഒന്ന് റിലീസാക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം അതിനുള്ളിൽ ഈ കോണി മാറ്റി ഞങ്ങൾ ഈ വലയൊക്കെ എടുത്തു. അങ്ങനെ എങ്ങനെയെങ്കിലും ഇത് ആളൊന്ന് പുറത്തേക്ക് എത്തിക്കണം. അങ്ങനെ എല്ലാം കൊണ്ടുപോയിട്ട് ഇത് പുറത്തേക്ക് എത്തിച്ചു. ഇവിടെ കുറച്ച് കാടും ഡ്രെയിനേജൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആളാണെങ്കിൽ രക്ഷപ്പെടാൻ ഈ വലയും വെച്ചുകൊണ്ട് ഓടുകയാണ് ആൾ. അപ്പോൾ എങ്ങനെ ആയാലും വല കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാലും പിന്നീട് അദ്ദേഹത്തിന് മുറിവുകളും കാര്യങ്ങളും സംഭവിക്കാം. അത് 100% ഉറപ്പാണ്. ഇതുവരെ മുറിവൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വടി വെച്ചിട്ട് എങ്ങനെയായിട്ടും ആൾ വാലേറ്റ് വന്ന് ചുറ്റിപ്പിണയാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മട്ടൽ ക്രോസ് ചെയ്ത് വെട്ടിക്കഴിഞ്ഞാൽ ഹെഡിൻ്റെ അവിടെ വെച്ചാൽ ഞാൻ പുള്ളിക്കാരന് വേദന ആവാത്ത രീതിയിൽ നല്ല വാൽഭാഗത്ത് ചവിട്ടി പിടിക്കാമെന്ന് പറഞ്ഞു. നമുക്കിങ്ങനെ നമ്മൾ എക്സ്പേർട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ ഒരാളെ വിളിച്ച് വരുമ്പോഴേക്ക് ആൾ ചിലപ്പോൾ ഓടി രക്ഷപ്പെട്ടു. നമ്മളാൾ കഴിയുന്ന രീതിയിൽ പുള്ളിക്കാരനെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് നോക്കണേ. അപ്പോൾ രാജേന്ദ്രേട്ടനോട് ഞാൻ പറഞ്ഞു, നല്ല മട്ടലെടുത്ത് ഞാൻ ക്രോപ്പ് ചെയ്തേണ്ടേ അതിൻ്റെ പുള്ളിക്കാരൻ്റെ ഹെഡായിൽ എല്ലാം കുടുങ്ങുന്ന രീതിയിൽ വെക്കാൻ പറഞ്ഞു. വീണ്ടും പറയുകയാണെങ്കിൽ ഇത് ആരും അനുകരിക്കാൻ നിൽക്കരുത് കേട്ടോ. ഭയങ്കര ഡേഞ്ചറാണ്. കുട്ടികളൊന്നും ഇത് കണ്ട് അനുകരിക്കാൻ ഒരിക്കലും നിൽക്കരുത്. നമ്മൾ അപ്പത്തൊരു നിമിഷത്തിൽ പെട്ടെന്ന് അതേപോലെ തല കുടുക്കി വെച്ചു. അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ വാലായിട്ട് ആൾ ചുറ്റിയാണ് കിടന്നത്. അപ്പോൾ പതുക്കൊന്ന് ചവിട്ടി മെല്ലെ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ 2-3 ഇതിലൂടെ ടൈറ്റായി കിടന്നിരുന്നു വാല. പതുക്കെ അദ്ദേഹത്തിന് വേദന ആവാനും പാടില്ല, വേദന ആവാത്ത രീതിയിൽ മെല്ലെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പം നമ്മൾ കണ്ടിട്ടൊരു മിണ്ടാപ്രാണിയല്ലേ, ചിലപ്പോൾ ടാങ്കിൽ വെള്ളം കുടിക്കാനോ അല്ലെ തണുപ്പ് കണ്ടപ്പോൾ വന്നതായിരിക്കും അതിഥി. നമ്മൾ വീട്ടിലേക്കൊന്നൊരു അതിഥിയാണ് പുള്ളിക്കാരൻ. ചേര ആരും ഉപദ്രവിക്കില്ല. അങ്ങോട്ട് ഉപദ്രവിക്കുകയാണെങ്കിൽ കടിക്കുക അല്ലെങ്കിൽ വാലിൽ ചുറ്റുക, അങ്ങനെയാണ് നമ്മളൊരു അറിവ് കിട്ടും. നമ്മളിതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കുറഞ്ഞൊരു അറിവ് വെച്ചുകൊണ്ട് അപ്പത്തെ നിമിഷത്തിൽ അദ്ദേഹത്തെ ഒന്ന് രക്ഷപ്പെടുത്തി വിടുക എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിന് വേദന ആവാത്ത രീതിയിൽ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ വല ഓരോ കണ്ണിയും കട്ട് ചെയ്തത്. ലാസ്റ്റത്തെ കണ്ണിലേക്ക് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കണേ. നല്ല മുറുകി വരുന്നുണ്ട്, പക്ഷെ മുറിവായിട്ടും അദ്ദേഹത്തിൻ്റെ തൊലിക്കോ കാര്യത്തിനോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. അതിന് നമുക്കൊരു സന്തോഷമാണ്. ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ചാനലെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. നമ്മളിതിന് എക്സ്പേർട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല, കാരണം ഒന്ന് രക്ഷിക്കുക എന്നുള്ള മാത്രമേ ചിന്താഗതി ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ അതാ രക്ഷപ്പെടുത്തി ഞങ്ങളൊക്കെ ഒന്ന് മാറി. അപ്പോഴേക്കും ആളുകളൊക്കെ ഉണ്ട് അപ്പുറത്ത്, എല്ലാവരോടും മാറാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരെ ഹാപ്പി ആയി. അപ്പോൾ അയാൾ സന്തോഷമായി. ആളെ വിട്ടു, റിലീസ് ചെയ്തു കേട്ടോ. സന്തോഷത്തോടെ ആളെ